ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. കുക്കിങ്ങും ക്ലീനിങ്ങും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. ഞാൻ ഇതിൻ്റെ മുന്നിട്ട വീഡിയോസിനൊക്കെ നല്ല കമൻസ് എല്ലാം കിട്ടിയേനെ കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് വിചാരിക്കുന്നത്. ഇനിയിപ്പം ഇത് ഫസ്റ്റ് ടൈം ആരിൽ കാണുന്നതിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇതിപ്പോൾ ടൈം ഒരു 7 മണിയെല്ലാം ആവാനായി കേട്ടോ. ഇന്ന് അത്ര മഞ്ഞൊന്നുമില്ല, ഇന്നലെല്ലാം നല്ല മഞ്ഞും തണുപ്പും എല്ലാം ഉണ്ടേനെ. അപ്പോൾ ഞാൻ കുറച്ച് നേരം പുറത്തെല്ലാം നിന്നിട്ടാണ് ഉള്ളിലോട്ടേക്ക് കയറുന്നത് കേട്ടോ. ഇങ്ങനെ കിളികളൊക്കെ സൗണ്ടെല്ലാം കേൾക്കുമ്പോൾ നല്ല രസമല്ല ഇങ്ങനെ പുറത്തെല്ലാം നിൽക്കാൻ. അപ്പം അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ നേരെ കിച്ചണിലോട്ടേക്ക് വന്നത്. കിച്ചണിലോട്ടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ഇതാ ഞാൻ ഈ 2 ജനൽ തുറന്നിടും കേട്ടോ. ഇനി വെള്ളമെല്ലാം കുടിക്കലെല്ലാം കഴിഞ്ഞിട്ട് ഞാനിതാ കുറച്ച് മീൻ ഫ്രീസറിലുണ്ടായിട്ടോ. അപ്പോൾ ഞാനതൊന്ന് വെള്ളം ഒഴിച്ച് വെക്കുന്നുണ്ട്. അപ്പം നാസ്റ്റെല്ലാം ആക്കി കഴിയുമ്പോഴത്തേക്കും അതുമെല്ലാം തണുപ്പെല്ലാം പോയിട്ട് ഒന്ന് റെഡി ആവുമല്ലോ. പിന്നെ കട്ടെല്ലാം ചെയ്ത് വെച്ചതാണ്, ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം അതൊന്ന് വെള്ളത്തിലിട്ട് വെക്കലാണ്. ഇനിയിപ്പം അയാൻ എണിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ അയാൻ എണിക്കുന്നതിന് മുന്നേ നാസ്റ്റെല്ലാം ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിട്ട് ഞാനിതാ നാസ്റ്റൊക്കെയുള്ള ഒരുക്കത്തിലാണ് കേട്ടോ. അപ്പം നാസ്റ്റ വേറെ ഒന്നുമില്ല, നമ്മളെ അടയില്ലേ, തേങ്ങയും പഞ്ചസാരയും ഏലക്കായും ഇട്ടിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന അട, അതാണ് കേട്ടോ ഇന്നത്തെ നാസ്റ്റക്ക്. അതാകുമ്പോൾ കറിയൊന്നും വേണ്ടല്ലോ, പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. പിന്നെ അയാൻക്കെല്ലാം നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതാണ് നാസ്റ്റൊക്കെ ഉണ്ടാക്കുന്നത്. ഇങ്ങനത്തെ നാസ്റ്റെല്ലാം ഉണ്ടാക്കുമ്പോൾ നമുക്കും പണി ഈസി ആവുകയും ചെയ്യും, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുകയും ചെയ്യും. ഇനിയിപ്പോൾ ഇതാ അടയെല്ലാം പരത്തി കഴിഞ്ഞ് ഇനി ഇത് സ്റ്റൗവിലേക്ക് വെക്കണം. ഇനി ഇതാ ഇവിടെ അടയെല്ലാം പരത്തിയതിൻ്റെ ശേഷം ഇതാ കുറച്ച് പാത്രമെല്ലാം വന്നിട്ടുണ്ട് കേട്ടോ. അതിലൊന്ന് കഴുകണം, എന്നിട്ട് അടയിലൊന്ന് ക്ലീൻ ആക്കി ഇടണം കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പണി പെട്ടെന്ന് തീർന്ന് കിട്ടുമേ. നാസ്റ്റ ആക്കി കഴിയുമ്പോഴത്തേക്കും അയാൻ എണിച്ചിന് കേട്ടോ. അപ്പോൾ അയാൻ്റെ ഫ്രഷ് ആവലോ എല്ലാം കഴിഞ്ഞിട്ട് ഞാനിതാ ഉപ്പേരിക്കുള്ള ഇത് മുറിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഉപ്പേരിക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുരിങ്ങച്ചപ്പാണ്. അപ്പോൾ അതൊന്ന് ഞാൻ നന്നാക്കി എടുക്കുന്നതാണ്. മുരിങ്ങാച്ചപ്പെല്ലാം നന്നാക്കി കഴിയുമ്പോഴത്തേക്കും നമ്മളിവിടെ നാസ്റ്റ് ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് ഇറക്കി വെച്ചിട്ട് മുരിങ്ങാച്ചപ്പ് ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ട് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇതേപോലൊരു ചീൻചട്ടി വെച്ചിട്ടുണ്ട്. ഇനി ചീൻചട്ടി ചൂടായി വരുമ്പം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഉപയോഗിക്കും. ഇങ്ങനെ ഉപ്പേരിയെല്ലാം വെക്കുമ്പോൾ നമ്മൾ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കാം കേട്ടോ. അപ്പോഴാണ് നമുക്ക് കൂടുതൽ ടേസ്റ്റ് കിട്ടുക. ഇനി ഇതിലേക്ക് പച്ചമുളക്, വെളുത്തുള്ളി, പിന്നെ നമ്മൾ സാധാ വലിയ ഉള്ളിയില്ലേ, അത് 3 ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അതും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ കുറച്ചധികം ചതച്ചിന് കേട്ടോ, മീനിലോട്ടേക്കും കൂടി വേണ്ടിയിട്ട് കുറച്ചധികം തന്നെ ചതച്ചിക്കേന്. ഇനി ഇത് എണ്ണയിൽ കിടന്ന് നന്നായി ഇങ്ങനെ മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് കഴുകി വൃത്തിയാക്കിയിട്ടുള്ള മുരിങ്ങേൻ്റെ ചപ്പ് ഇട്ട് കൊടുക്കും. ഇനി ഇതിലേക്ക് ഉപ്പും തേങ്ങ ഇട്ടിട്ട് ഇളക്കിയിട്ട് അടച്ചു വെക്കും കേട്ടോ. ഇതെല്ലാം എല്ലാവർക്കും അറിയുന്ന ഉപ്പേരി തന്നെയല്ലേ. പിന്നെ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കിച്ചണിലെ പണിയെല്ലാം വേഗം തീർക്കുകയാണെങ്കിൽ നമുക്ക് പണിയെല്ലാം പെട്ടെന്ന് തീരും കേട്ടോ. ഞാൻ അധികം കിച്ചണിലെ പണി വേഗം തീർക്കാനാട്ടോ ശ്രദ്ധിക്കില്ല. അപ്പോൾ നമുക്ക് പണിയെല്ലാം ഈസി ആയി കിട്ടും. ഉപ്പേരിയിലും ആകുമ്പോഴത്തേക്കും ഞാൻ കരുതി ഇന്ന് മീനും കൂടി ഒന്ന് കറി വെച്ചേക്കാണ്. അപ്പോൾ ഇന്നത്തെ മീൻ ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു മീൻ വരട്ടിയതാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നേരത്തെ തന്നെ ഞാൻ പച്ചമുളകും വെളുത്തുള്ളിയും ഉള്ളിയും കൂടി ഒന്ന് ചതച്ച് വെച്ചിരിക്കുന്നത്. അതിന് കൂടെ ഒരു തക്കാളിയും കൂടി എടുത്തിട്ടുണ്ട്, അത് നന്നായി പേസ്റ്റ് പോലെ അരച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പും
കുടംപുളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെലും കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. തക്കാളിന് നല്ലോണം പേസ്റ്റ് പോലെ അരയണമെന്നില്ല കേട്ടോ. കുറച്ചിങ്ങനെ ഇങ്ങനെ കടിക്കാൻ പാകത്തിനുണ്ടെങ്കിലും നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇനിയിപ്പം ഇതുണ്ടാക്കാനായിട്ടുള്ള ഞാൻ മൺചട്ടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇപ്പം തണുപ്പായതുകൊണ്ട് വെളിച്ചെണ്ണയെല്ലാം നല്ല കട്ട പിടിച്ചിട്ടാണ് കേട്ടോ ഉള്ളത്. അപ്പം ഞാനിതാ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് എല്ലായിടത്തും ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ആക്കുക. ഇനിയിപ്പം ഈ വെളിച്ചെണ്ണേൻ്റെ മുകൾ ഭാഗത്തേക്കൂടായിട്ട് ഒരു ചെറിയൊരു കഷ്ണം വാഴൻ്റെ ഇല വെച്ചെടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് നമ്മൾ ഓരോരോ മീനും ഇങ്ങനെ വെക്കുക. എന്നിട്ട് മസാല പരക്കുക, അടുത്ത മീൻ വെക്കുക, മസാല പരക്കുക കേട്ടോ. ഈ ഒരു രീതിയിൽ ഫോളോ ചെയ്യുക. എല്ലാ മീനും ഇതേപോലെ വെച്ച് എനിക്കുണ്ടെങ്കിൽ ഇനി അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് വാഴൻ്റെ ഇല വെച്ചെടുക്കുക. എന്നിട്ട് നമ്മളിത് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. ഇനി ഇത് നമ്മൾ സാധാരണ വിറകടുപ്പൊക്കെ ആണെങ്കിൽ ഇതിനും നല്ല ടേസ്റ്റ് ആയിട്ട് നമുക്ക് മീൻ വരട്ടിയത് കിട്ടും. വാഴൻ്റെ ഇലയും എല്ലാം കൂടി ചേരുമ്പോൾ നല്ലൊരു ഫ്ലേവർ തന്നെയാണ്. ഇനിയിപ്പം മീൻ വരട്ടിയതെല്ലാം ആകുമ്പോഴത്തേക്കും ഞാനിതാ വേഗം അവിടെ കൗണ്ടർ ടോപ്പെല്ലാം ഒന്ന് ക്ലീനാക്കി എടുക്കലാണ് കേട്ടോ. കുറച്ച് പാത്രം കഴുകാനെല്ലാം ഉണ്ടേനു. അപ്പം അതെല്ലാം വേഗം ഒന്ന് കഴുകിയിട്ടെടുക്കലാണ്. രാവിലെ തന്നെ ഇതേപോലെ കറികളെല്ലാം ആയിക്കണ്ടെങ്കിൽ നമുക്ക് വേഗം പണിയെല്ലാം തീർന്നു കിട്ടും കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇങ്ങനെ ക്ലീനിങ് കൂടെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടിരിക്കണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ പണിയെല്ലാം തീർത്തിട്ട് ഫ്രീ ആയിട്ടിരിക്കാൻ പറ്റും. ഇപ്പം മീൻ വരട്ടിയതെല്ലാം റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഉള്ളിലുള്ള വാഴൻ്റെ ഇലയെല്ലാം ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതാ ഈ കൗണ്ടർ ടോപ്പെല്ലാം ഒന്ന് ക്ലീൻ ആക്കി ഇടാനുണ്ട്. ഇന്നലെ ഞാൻ ജസ്റ്റ് ഒന്ന് തുടച്ചിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്ന് നന്നായി സോപ്പെല്ലാം ഇട്ടിട്ട് തുടക്കേണ്ട ഒരു ദിവസമാണ്. പിന്നെ കൗണ്ടർ ടോപ്പിലുള്ള എല്ലാ സാധനവും മാറ്റിയിട്ട് വേണം കേട്ടോ ഇന്ന് തുടക്കാനൊക്കെ. ഇന്നലെ ജസ്റ്റ് സാധനമൊന്നും മാറ്റാതെ ഒന്ന് തുടച്ചെടുത്തിട്ടേ ഉള്ളൂ. അപ്പോൾ ഇന്നെല്ലാം മാറ്റിയിട്ട് ഒന്ന് തുടച്ചെടുക്കുന്ന ദിവസമാണ്. ചുമരും എല്ലാം ഒന്ന് സോപ്പിട്ടിട്ട് ഉരക്കുന്നുണ്ട്. എന്നിട്ട് ഇതേപോലെ ഒരു തുണി വെച്ചിട്ട് ഒന്ന് തുടച്ചിട്ട് എടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ കൂട്ടത്തിൽ തന്നെ എണ്ണേൻ്റെ കുപ്പിയും ഉപ്പിൻ്റെ കുപ്പിയെല്ലാം ഉണ്ടായിട്ടോ. അപ്പോൾ ഞാൻ അതും കൂടി ആ തുണി വെച്ചിട്ട് ഒന്ന് തുടച്ചിട്ട് എടുക്കലാണ്. ഇങ്ങനെയെല്ലാം ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ഭാഗം നന്നായി നീറ്റായി കിടക്കും. ഇനി കൗണ്ടർ ടോപ്പെല്ലാം ക്ലീൻ ആക്കി ഇട്ടിട്ടുണ്ട്. ഇനി എടുത്ത സാധനം അതാത് സ്ഥാനത്ത് തന്നെ ഒന്ന് തുടച്ചിട്ട് വെക്കലാണ്. ഇനി ഗ്യാസ് അടുപ്പ് വെച്ച ഈ ഏരിയയും കൂടി ഞാൻ ഒന്ന് നന്നായിട്ട് സോപ്പിട്ടിട്ട് തുടച്ചെടുക്കുന്നുണ്ട്. ഇനി ഈ ഗ്യാസെല്ലാം വെച്ച ഏരിയയിൽ നമ്മൾ മെയിനായിട്ടും കഴുകേണ്ട ഒരു ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്യാസിൻ്റെ അടിഭാഗവും ഗ്യാസ് വെച്ച ഏരിയത്തെ ചുമരുമാണ്. അത് നമ്മൾ എപ്പോഴും ഒന്ന് തുടച്ചിട്ടെടുക്കണം. അല്ലെങ്കിൽ ഇങ്ങനെ എണ്ണപ്പശ ഇങ്ങനെ അവിടെ ഇങ്ങനെ പറ്റി നിൽക്കും. അപ്പോൾ അതിലൊന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചിട്ടെടുക്കുക.
ഇപ്പോൾ ഏകദേശം എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ കിച്ചണിൽ. ഇനി ഇതേപോലെ കബോർഡും ഞാനിന്ന് ക്ലീൻ ആക്കി എടുക്കുന്നതാണ്. ഒന്ന് ജസ്റ്റ് ഒന്ന് നനഞ്ഞ തുണി വെച്ചിട്ട് ഒന്ന് തുടച്ചിട്ടെടുക്കും, അത്ര തന്നെയാണ്. അടുക്കളപ്പണീൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ തുണി ഒന്ന് അലക്കാനെല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അലക്കി കഴിഞ്ഞ് പിന്നെ ഇതൊന്ന് ഡ്രൈ ആകാൻ വേണ്ടിയിട്ട് ഇടലാണ്. അതൊന്ന് ഡ്രൈ ആയി വരുന്ന സമയം കൊണ്ട് ഞാൻ വേഗം മുറ്റടിച്ച് വരലാണ് കേട്ടോ. ഞാൻ മുറ്റടിക്കുമ്പോൾ അയാനും എൻ്റെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ. അവൻ എൻ്റെ കൂടെ എന്തെല്ലോ കഥയെല്ലാം പറഞ്ഞിട്ടാണ് മുറ്റടിക്കാൻ വരുന്നത്. പിന്നെ ഞാൻ മുറ്റടിക്കൽ എന്നും അടിക്കലില്ല, അലക്കുന്ന ദിവസമേ ഞാൻ മുറ്റടിക്കാനും ഇറങ്ങലുള്ളൂ കേട്ടോ. അപ്പം തുണിയെല്ലാം ഡ്രൈ ആവുന്ന സമയത്ത് നമുക്ക് മുറ്റടി വേഗം തീരും. അപ്പം അങ്ങനെയാണ് മുറ്റൊക്കെ അടിക്കൽ. ഇനിയിപ്പം ഡ്രസ്സെല്ലാം മേലെ കൊണ്ട് ആറിയിൽ ഇട്ടിട്ട് ഞാനിതാ അകലെല്ലാം ഒന്ന് അടിച്ചാരി ഇട്ടിട്ടുണ്ട്. ഇനി ഹാളിലുള്ള ഈ ജനലൊക്കെ ഒന്ന് തുറന്നിടും. ഇനിയിപ്പം അടിച്ചാരി കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ വാഷ് ബേസെല്ലാം ക്ലീൻ ആക്കാൻ വേണ്ടി വന്നിട്ടുള്ളത്. പിന്നെ വാഷ് ബേസ് അങ്ങനെ ആരും യൂസ് ആക്കാത്തത് കൊണ്ട് ഞാൻ 2-3 ദിവസമെല്ലാം കൂടുമ്പോഴേ ഞാൻ ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് വരത്തുള്ളൂ. ഇനിയിപ്പോൾ തുടക്കലും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം പണിയെല്ലാം തീർന്നിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ കൂടെ നമ്മളെ കാര്യം കൂടി നോക്കണം കേട്ടോ. ഇതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ വെള്ളം കുടിക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. നമ്മളെ കാര്യം കൂടി ശ്രദ്ധിച്ചാലേ പറ്റുള്ളൂ കേട്ടോ. ഇനി നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്തായിരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അകലെല്ലാം അടിച്ചു കയറിയിട്ടുള്ള ചൂലും അതേപോലെ തന്നെ കാട്ടൻ കോരിയെല്ലാം ഒന്ന് ഡെയിലി ക്ലീനാക്കി വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്താലും മതി, അങ്ങനെ ഒന്ന് കഴുകിയെടുത്ത് വെക്കുക. ഇനിയിപ്പോൾ ചോറും ആയിട്ടുണ്ട്. ചോറും കൂടി വാർത്തനിക്കുണ്ടെങ്കിൽ എൻ്റെ ഒരു പണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കുറേ ആൾക്കാർ എൻ്റെ വീഡിയോസ് എല്ലാം കാണുന്നുണ്ട്, കുറേ ആൾക്കാർ സബ്സ്ക്രൈബ് എല്ലാം ചെയ്യാത്തതൊക്കെ ഉണ്ട്. അപ്പം ഓർക്കെല്ലാം ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക്